എന്നാ പിന്നെ നോക്കല്ലേ. ഞങ്ങൾക്കിത് നടത്താൻ പറ്റാഞ്ഞിട്ടോ നഷ്ടത്തിലായിട്ടൊന്നുമല്ല. പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ 2 പെങ്ങന്മാർക്കും കൂടി അതിന്റെ അവകാശം. പണമായിട്ട് കിട്ടിയ 2 പേർക്കും തുല്യമായിട്ട് വീഴ്ച കൊടുക്കാലോ എന്ന് വെച്ചു. എനിക്കും ഇത് അത്യാവശ്യമൊന്നുമല്ല. മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് വന്ന് കണ്ടത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അല്ല, കുറെ കാലം മദ്രാസിലും ബോംബെയിലും ഗൾഫിലായിട്ടൊക്കെ പണിയെടുത്തതല്ലേ. കാശുണ്ടാക്കാനായിരുന്നു അവിടെ തന്നെ കൂടിയാൽ മതിയായിരുന്നു. പക്ഷെ നാട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇവിടുത്തെ മഴ, കാറ്റ്, നമ്മൾ വിതച്ചുണ്ടാക്കുന്ന നെല്ല്, നട്ടു വളർത്തുന്ന പച്ചക്കറികൾ, ഓണം, വിഷു, നാടൻ കലകൾ, ഇനിയുള്ള കാലം അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിയണം. ആസ്വദിക്കലല്ല, അജയൻ ഇവിടെയും നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, പാടത്തും പറമ്പിലും. ശങ്കരേട്ടാ, ഇവര് പറഞ്ഞതും നമ്മൾ കണക്ക് കൂട്ടിയതുമായിട്ടുള്ള ഒരു എമൗണ്ട് ഞാൻ പറയും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതെടുക്കും. അത് ഓക്കെ ആകും അല്ലേ? അത് ആവും. കഴിച്ചിട്ടേ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കണം. ആ, എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, ആളുകളുടെ കണ്ണില് ഞാനിപ്പോഴും പിശുക്കനാ. പിശുക്കനോ എന്നാരാ പറഞ്ഞേ? എന്നാരാ പറയാത്തത്? അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യത്തിന് കാശുണ്ട്, നിലത്തിന് നിലം, പറമ്പിന് പറമ്പ്, ഇതാ ഇപ്പൊ ഫാക്ടറി ഓണറുമായി. എന്നിട്ടും വീട്ടിൽ ജോലിക്ക് ഒരാളെ നിർത്താതെ വയസ്സായ അമ്മയിട്ട് കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാല്? ആർക്ക് വയസ്സായിന്നാ നീ പറയുന്നേ? എന്റെ ഈ തലമുടി കറുപ്പിക്കാൻ നീ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ? ഒരുങ്ങി നിന്നാലേ ഞാൻ ഇപ്പോഴും നിന്നേക്കാൾ ചെറുപ്പാ. ഓ, ഇനി അത് കയറി പിടിക്കണ്ട. അമ്മയുടെ വയസ്സല്ല ഇവിടുത്തെ പ്രശ്നം. വീട്ടു ജോലിക്ക് ഒരാളെ നിർത്താൻ അമ്മ സമ്മതിക്കാത്തതാ. നമ്മള് 2 പേര് മാത്രമുള്ളൊരു വീട്. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റാത്ത എന്ത് പണിയാ ഉള്ളത്? എന്നെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ ഈ ചപ്പാത്തി പരത്തലും തുണി അലക്കലും ഒക്കെ? മഹാത്മാഗാന്ധി എന്തെല്ലാം പണിയെടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി അതുപോലെയാണ് ഞാന്. പോടാ. കാശുണ്ടായാൽ പോരാ, അത് അനുഭവിക്കാൻ ഒരു യോഗം വേണം. എൻ്റെ അമ്മ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഈ പണികളൊക്കെ ഏൽപ്പിച്ചിട്ട് കാലുമേ കാലും കയറ്റി സുഖമായിരുന്നൂടെ എൻ്റെ അമ്മയ്ക്ക്? എന്നിട്ട് വേണം പിത്തം പിടിച്ച ആസ്പത്രി മരുന്നായി നടക്കാൻ. ആളുകൾ പറയുന്ന അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല എന്നിട്ടാന്ന്. പലപ്പോഴായിട്ട് എത്ര പേരെ പരീക്ഷിച്ച? കഴിഞ്ഞ തവണ എന്ന പട്ടാമ്പിക്കാരി പെണ്ണ് എത്ര മര്യാദക്കാരിയായിരുന്നു. അവളെ ഒരു 10 ദിവസം തികച്ചിവിടെ നിർത്തിയോ? വൃത്തിയില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, തൊട്ടതിനൊക്കെ കുറ്റം. അവസാനം അവളെ പെട്ടിയെടുത്ത് സ്ഥലം വിട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. ശരിയാ. ഷോ, അവളിവിടെ ഇറങ്ങിയപ്പോഴേ എനിക്ക് സമാധാനായത്. എടാ, ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണ്, ചെറുപ്പം വിട്ടിട്ടും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ ചീത്തപ്പേര് ആർക്കാ? പിന്നെ ഇത് പേടിച്ച് ലോകത്ത് വേറെ ആരും ജോലിക്ക് ആളെ നിർത്താറില്ലല്ലോ. നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളായിട്ട് കഴിഞ്ഞാ എത്ര പേര് വേണമെങ്കിലും നിർത്തിക്കോ. എനിക്കൊരു പരാതിയില്ല. എന്താ അത് പറഞ്ഞപ്പോ മിണ്ടാട്ടം ഇല്ലാത്തത്? അച്ഛൻ മരിക്കുമ്പോ എനിക്ക് എത്ര വയസ്സാണെന്നാ പറയാറ്? 2.5. അന്ന് അമ്മ ചെറുപ്പമല്ലേ? വേറെ കല്യാണം കഴിക്കാൻ വേണ്ടപ്പെട്ടവരൊക്കെ നിർബന്ധിച്ചിട്ട് അമ്മ സമ്മതിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ? ഉള്ള സ്നേഹം മുഴുവൻ എനിക്ക് തരാൻ. ഞാനും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. എനിക്കിനി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചാൽ മതി. പോടാ, നിന്റെ ഈ വക ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ലമ്മേ, എനിക്കിങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റില്ല. നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണ് ഇവിടെ കിടന്ന് മേയുക, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, എൻ്റെ അമ്മയെ കയറി അമ്മയെന്ന് വിളിക്കുക. എനിക്കൊരു പരിചയമില്ലാത്ത അവളുടെ അച്ഛനെ അമ്മയെ കയറി അമ്മേ അച്ഛ എന്ന് ഞാൻ വിളിക്കുക. ചിലപ്പോൾ ചില പേട്ട ചെറുക്കന്മാരെ അളിയോ എന്ന് വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ കയറി വരിക. എന്തൊരു ബോർ ഏർപ്പാടാണത്. നമ്മൾ അമ്മയും മോനും മാത്രം മതി. നമ്മളിങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും തല്ലുകൂടിയും ഒക്കെ അങ്ങനെ കഴിയും. അത്രയ്ക്കുള്ള സമയമുള്ളൂ ഈ ജീവിതത്തിന്. കിടന്ന് ഉറങ്ങേ കിടക്ക്. അയ്യോ, ഗുഡ് നൈറ്റ്. ഈശ്വരാ ഭഗവാനെ. എന്താ അമ്മക്കുട്ടിയമ്മേ, ഉറങ്ങാനുള്ള ഭാവമൊന്നുമില്ലേ? എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം. ഓ, അങ്ങനെ വെറുതെ കിടന്നുറങ്ങിയാൽ പോരാ, നല്ല മനോഹരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങണം. എനിക്ക് കാണാൻ ഇനി ഒറ്റ സ്വപ്നല്ലേ ഉള്ളൂ, നിന്റെ കല്യാണം.
എഴുന്നേക്ക. ആ എഴുന്നേക്ക് എഴുന്നേക്ക്. മണ്ഡപത്തിന് വലം വെച്ചോളൂ. ആ വലം വെച്ചു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മാല അങ്ങ് ചാർത്തിക്കോളൂ. അങ്ങോട്ട് നീങ്ങിക്ക. ശുഭം. ദോഷങ്ങളെല്ലാം തീർന്നു. ഇനി മണിയെ നോക്കിക്കോ. മണി പോലുള്ള ചെറുപ്പക്കാര് ഈ മുറ്റത്ത് വന്ന് ക്യൂ നിൽക്കും. ഇതെന്താ സംഭവം? ഓ ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ ദോഷപരിഹാരം. വരുന്ന ആലോചനകളൊക്കെ ഓരോ കാരണം കൊണ്ട് മുടങ്ങുന്നു. നോക്കിയപ്പോ അവളുടെ ജാതകത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അതങ്ങ് തീർന്നോട്ടെന്ന് വെച്ചു. നീ എന്നാടാ ഇത്രയും വലിയ വിശ്വാസിയായത്? ഏ? പണ്ടീ നളിനിയെ തട്ടിക്കൊണ്ടു പോരുമ്പോ ജാതകോ പൊരുത്തോ എന്തെങ്കിലും നീ നോക്കിയിരുന്നോ? അല്ല അത് പിന്നെ അന്നത്തെ ചുറ്റുപാട്. അല്ലെങ്കിൽ ഈ പ്രേമ വിവാഹത്തിന് ഒരു ഒറ്റപ്പെടുത്തേ വേണ്ടു. മനപ്പൊരുത്തം അല്ലേ മണിയേട്ടാ? മനപ്പൊരുത്തം നല്ലോണം ഉണ്ടായിരുന്നു. ദേ ഇവള് ഹിന്ദി വിദ്വാന് പഠിക്കുമ്പോഴാ ഇവൻ എന്റെ കുഞ്ഞമ്മാവന്റെ പറമ്പിൽ ചെത്താൻ വരുന്നത്. 3 കൊല്ലം പ്രേമിച്ചിട്ട് ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. ഇവളുടെ കല്യാണ നിശ്ചയത്തിന്റെ തലേന്നാ 2 പേരും കൂടി ഒളിച്ചോടിയത്. ഒളിച്ചോടാൻ ധൈര്യം തന്നാരാ? ഈ അമ്മക്കുട്ടി എടുത്ത് തന്നെ. അല്ലെങ്കിൽ തീവണ്ടിക്ക് തലവെക്കാൻ നിൽക്കായിരുന്നില്ല രണ്ടാളും. അപ്പോഴാ ഞാൻ പറഞ്ഞത് ഗുരുവായൂർ പോയൊരു താലിയും കെട്ടി ഇങ്ങോട്ട് പോന്നോളാൻ. അതുകൊണ്ട് എന്തായി? മരിക്കുന്നത് വരയ്ക്കും കുഞ്ഞമ്മാവൻ എന്നോട് മിണ്ടിയിട്ടില്ല. ഇനിയിപ്പൊ അതൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അല്ല ഈ വാഴ കല്യാണത്തിന് സദ്യ ഒന്നുമില്ലേ? സദ്യയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നീ കേറിയിരിക്കേ. എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. വീട്ടിൽ പണിക്ക് ഒരാളെ നിർത്താൻ ഒടുവിൽ അമ്മ സമ്മതിച്ചിരിക്കുക. നേരോ? ആ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പ്രായം 50-ലും മേലെ, സൗന്ദര്യം ശരാശരിയിലും വളരെ വളരെ താഴെ എന്ന് വെച്ചാൽ ഒരിക്കൽ നോക്കിയാൽ രണ്ടാമത് നോക്കാൻ തോന്നരുത്. കല്യാണ പെണ്ണ് കയറി വിളിച്ചോ? എടീ സുനന്ദേ, ദോഷങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് നല്ലൊരു ചെത്ത് പയ്യനെ അന്വേഷിക്കട്ടെ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ടാവും മറ്റുള്ളവരുടെ. ആ നമ്മൾ സന്യസിക്കാൻ പോവല്ലേ? സ്വാമി അജയാനന്ദ സരസ്വതി. ഓ വരുന്നേ, ആ ഭയങ്കര വർക്കിലാണല്ലോ. കണ്ടോ, ഇത് കുടുംബശ്രീയുടെ സോപ്പ് കമ്പനിയാ. പക്ഷെ ഇതിന്റെ ചാർജ് മുഴുവൻ ഈ കുട്ടിക്കാ. ചെത്ത് കൊലത്തൊഴിലായതുകൊണ്ട് മണിയൻ ഇപ്പോഴും അതുകൊണ്ട് നടക്കുന്നേ ഉള്ളൂ. ഇവർക്ക് ജീവിക്കാൻ ഇതിന്റെ വരുമാനം തന്നെ ധാരാളം. വെറുതെ ഇല്ലാത്തൊന്നും പറയില്ല തങ്കപ്പെട്ട. ഇത് നടത്തിക്കൊണ്ടു പോകാൻ പെടുന്ന പാട് ഞങ്ങൾക്കറിയാം. എന്നാ മോൾ ഇനി അധികം പാടുപെടണ്ട. അടുത്ത ഞായറാഴ്ച ചെക്കനും കൂട്ടരും വരും. അമ്മാവൻ കണ്ട് ബോധിച്ചാൽ പിന്നെ പെണ്ണ് കാണലൊക്കെ ഒരു ചടങ്ങാണെന്നാണ് ചെക്കൻ പറയണത്. ഇതാണ് അമ്മാവൻ. ബോധിച്ചോന്ന് മൂപ്പര് തന്നെ പറയട്ടെ. പേരെന്താ? സുനന്ദ. ഏതുവരെ പഠിച്ചു? +2 വരെ. അത്രയും മതിയെന്ന് ഇവളങ്ങ് തീരുമാനിച്ചതാ. അല്ലെങ്കിലും വെറുതെ പഠിച്ച സമയം കളഞ്ഞിട്ട് എന്തിനാ? 1 മിനിറ്റ് ഈ കുട്ടി വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ വനിതാ സംഘത്തിലെ തയ്യൽ ക്ലാസ്സിൽ പോവും. പഠിക്കാനല്ല, പഠിപ്പിക്കാൻ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങള് ഞങ്ങൾ അച്ഛനായി സംസാരിക്കാം. ബ്രോക്കറെ. ഓ തങ്കപ്പെട്ട, ഏ മൂപ്പർക്ക് ബോധിച്ചോ? പിന്നല്ലാണ്ട്. അപ്പൊ എനിക്ക് ബോധിക്കണ്ടേ? ഇത് പുളിങ്കൊമ്പാ. ചെക്കന് പൊള്ളാച്ചി ചന്തയിൽ പച്ചക്കറിയുടെ ഹോൾസെയിൽ ബിസിനസ്. നിന്ന് തിരിയാൻ നേരമില്ല. ടാക്സി ഓടുന്ന 2 കാറ്, 1 ലോറി. അച്ഛനും അമ്മയ്ക്ക് ഒരൊറ്റ മോൻ. അച്ഛന് ലേശം ഓർമ്മക്കുറവുണ്ട്. എന്തിനും ഏതിനും അമ്മ വേണം. ആ അമ്മ കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണു. പരിക്കൊന്നുമില്ല, ഒരു വശം തളർന്നുപോയി. അതാ ഈ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വെച്ചത്. സുഖമില്ലാത്തവരെ നോക്കാനാണെങ്കിൽ ഒരു ഹോം നഴ്സിനെ നിർത്തിയാ പോരെ? സ്വന്തക്കാരോളം വരുമോ ഹോം നേഴ്സ്? സ്വന്തക്കാരെക്കാളും നല്ലതാ. നിങ്ങൾ അവരോട് പോയി പറ, കല്യാണം ഒന്നും ഇപ്പൊ കഴിക്കണ്ട, കാശ് കൊടുത്ത് നല്ലൊരു ജോലിക്കാരിയെ വെക്കാൻ. അപ്പോ നമ്മൾ പൂജയും പരിഹാരമൊക്കെ നടത്തിയത്? അത് അച്ഛന്റെ വട്ട. അച്ഛന് സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ ആ കോമാളിത്തരത്തിന് നിന്ന് തന്നത്. തങ്കപ്പ ബസ് വരണ്ടേ? ചെല്ല്, ബസ് തെറ്റണ്ട. തങ്കപ്പ. ഓ